എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ ഈ ചാനൽ ജുമാനിക്ക് ചാനൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. ബയോളജിയിലെ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ നമ്മൾ തുടർന്നുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടാവുന്ന ഡൗട്ടുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കണം. ടെസ്റ്റിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് എന്നാണ്. ഈ സെൻസേഷൻ പിന്നെ ഈ റെസ്പോൺസ് എന്താണെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ എല്ലാ മിടുക്കന്മാരും കൂടെ പോയി നിൽക്കണം. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ആ ചാപ്റ്ററോട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്. അപ്പോൾ എല്ലാ മിടുക്കന്മാരും ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കണം. ഞാൻ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് മാത്രമേ വീഡിയോയിലൂടെ പോകുന്നുള്ളൂ. പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ചാപ്റ്ററിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഓരോന്നോരോന്നായിട്ട് എഴുതിയെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ചാപ്റ്ററിലോട്ട് പോകാം. എന്താണ് ചാപ്റ്റർ നെയിം? സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസേഷൻ പറഞ്ഞാൽ എന്നതാണ്? സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുക. അപ്പം അറിയാനും പിന്നെ റെസ്പോൺസ് പറഞ്ഞാൽ പ്രതികരിക്കുക എന്നാണ്. എന്താ സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്? അവിടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ രണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ കിളികൾ എന്ത് ചെയ്യുന്നു, പറപ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ ഇവരുണ്ടാക്കുന്ന എന്താണ്? ഒരു സ്റ്റിമുലയാണ്. ആ ഒരു സ്റ്റിമുല കാരണം കിളികൾ പറന്നു പോകുന്നതിൻ്റെ പേരാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഫിഗറിൽ നോക്കൂ, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ഒച്ചിനെ തൊടുന്നുണ്ട്. അപ്പോൾ ആ ഒച്ച എന്ത് ചെയ്യുന്നു, അതിൻ്റെ ബോഡി അല്ലാണ്ട് ചുരുട്ടി അകത്തോട്ട് പോകുന്നു. അപ്പോൾ കുട്ടി ടച്ച് ചെയ്ത് കാരണം എന്ത് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുല ഉണ്ടായി. അപ്പോൾ സ്റ്റിമുല ഉണ്ടായപ്പോൾ എന്ത് ചെയ്യുന്നു, ഒച്ച നേരെ ചുരുണ്ട് ചെയ്തു അകത്തോട്ട് പോയപ്പോൾ എന്ത് ചെയ്യും, അത് റെസ്പോൺസ് കാണിച്ചു. ചുരുണ്ട് പോയത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ റെസ്പോൺസ് ആണ്. സോ രണ്ട് ഫിഗർ നോക്കൂ. അടുത്ത ഫിഗറിൽ നിന്നാൽ ഒരു കുട്ടി മുഖം കഴിയുന്നത്. മുഖം കഴിയുന്നപ്പോൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടി മുഖത്തോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്റ്റിമുല കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റിമുല കൊടുക്കുമ്പോൾ മുഖത്ത് തണുപ്പ് അനുഭവിക്കുന്ന എന്തായിരിക്കും, റെസ്പോൺസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അടുത്തൊരു ഫിഗറിൽ മാങ്ങ വായിൽ വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിനെ സ്റ്റിമുല കൊടുക്കുകയും പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ആസ്വദിച്ച് എന്ത് ചെയ്തു അത് കഴിക്കുന്നതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഈ ചിത്രത്തിൽ നോക്കിയിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇവിടെ റെസ്പോൺസിന് കാരണമായിട്ടുള്ളത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ടേസ്റ്റ് ഒരു കാരണമാകാം, ടച്ച് ഒരു കാരണമാകാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് ഒരു കാരണമാണ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം സൈറ്റ്, നമുക്ക് വേണമെങ്കിൽ പറയാം ടെമ്പറേച്ചർ. ഇനി നമുക്ക് ഈ ഭാഗത്തിന് വേണ്ട ആവശ്യമുള്ള പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യാം, എടുത്ത് നോക്കാം. എന്താണ് സ്റ്റിമുല എന്ന് നോക്കാം. ദ സെൻസ് ദാറ്റ് എവോക്ക് റെസ്പോൺസ് ഇൻ ആൻ ഓർഗാനിസം കോൾഡ് സ്റ്റിമുല. നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റിമുല നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഇന്റേണലായിട്ടും പിന്നെ എക്സ്റ്റേണലായിട്ടും എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. സ്റ്റിമുലായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ പറഞ്ഞ നമ്മളുടെ സൗണ്ട്, സ്മെല്ല്, പിന്നെ ക്ലൈമറ്റിലുള്ള വ്യത്യാസങ്ങൾ എക്സ്റ്റേണൽ സ്റ്റിമുലയിൽ ഉൾപ്പെടുത്താം. അങ്ങനെയാണ് ഈ ഇന്റേണൽ സ്റ്റിമുല എന്ന് പറയുകയാണെങ്കിലോ, നമുക്ക് വിശക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പേടി വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന് ഉത്തരം പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആർ സ്റ്റിമുല ഫോർമഡ് ഇൻസൈഡ് ദ ബോഡി ആർ ഇൻ ഡേ. എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. ഇങ്ങനെയാണ് ബോഡി ഈ സ്റ്റിമുലിനെ റിസീവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്കൊരു ഫിഗർ കൊടുത്തേക്കുന്നു. നമ്മൾ നാക്കിനകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ഇവർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സാധനം ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ഇതിന് ടേസ്റ്റ് ഉള്ളത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഉപ്പുള്ളതാണ്, അത് പുളിയുള്ളതാണ്, മധുരമുള്ളതാണ് ഒക്കെ നമുക്ക് ആ ഒരു സെൻസേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കുന്നുണ്ട്. തിളച്ച ചൂടുവെള്ളം നമ്മൾ കുടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നാക്ക് പൊള്ളുന്നു. അപ്പം പൊള്ളുന്ന എന്താണ്, അവിടെ കാണിക്കുന്ന റെസ്പോൺസാണ്. അതേപോലെ തന്നെ ഒരു കാഴ്ച കാണുന്നത് എന്താണ്, കണ്ണിലോട്ട് ലൈറ്റ് അടിക്കുന്നത്, ലൈറ്റ് വന്ന് അടിക്കുമ്പോൾ നമ്മൾ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു റെസ്പോൺസാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് ഈ സ്റ്റിമുലേക്ക് റിസീവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം, നമുക്ക് 100% നമുക്ക് തീർച്ചയായിട്ടും പറ്റുമെന്ന്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. There are specialized cells in the sense organ and other parts of the body to receive stimuli. These cells are known as, എന്താണ് ഈ സെൽസിനെ വിളിക്കുന്നത്, റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കാം. They receive stimuli and generate suitable impulse. ഇത്രയും പാരഗ്രാഫ് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കണ്ണ്, സ്കിന്ന്, ഇയർ, ടങ്, പിന്നെ നോസ്, ഇതൊക്കെ എന്താണ്, നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. ഈ ഒരു പാരഗ്രാഫ് എന്താ പറയുന്നത് നോക്കാം. There are specialized cells in the sense organ. ഈ പറഞ്ഞ സെൻസ് ഓർഗൻസിൽ എന്തൊക്കെയുണ്ട്, ഓരോ സ്പെഷ്യലൈസ് ആയിട്ടുള്ള സെൽസുകളുണ്ട്. ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലൈ. മറ്റൊരു ഭാഗത്ത് ബോഡിയിലെ ചില പാർട്സ് എന്ത് ചെയ്യുന്നു, ഈ ഉണ്ടാക്കുന്ന സ്റ്റിമുലൈ റിസീവ് ചെയ്യാനും ഉണ്ട്. അപ്പം ദീസ് സെൽസ് ആർ നോൺ ആസ്, ഈ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസിനെ വിളിക്കുന്നതാണ് റിസപ്റ്റേഴ്സ്.
ആൾക്കാരത് ദേ റിസീവ്, ഈ ഒരു റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നത് ഈ സ്റ്റിമുലിനെ റിസീവ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അവർ ജനറേറ്റ് ചെയ്യുന്നു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമ്പൾസിനെ. അവർ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നു. അപ്പോൾ ശരി തന്നെ ഒരുപാട് സെൻസ് ഓർഗൻസ് ഉണ്ട്. ഈ സെൻസ് ഓർഗൻസിനകത്തുണ്ട് ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. ഈ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസും മറ്റൊരു ഭാഗത്ത് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റിമുൽ റിസീവ് ചെയ്യാനുള്ള ചില പാർട്സുകൾ നമ്മുടെ ബോഡിക്കകത്തുണ്ട്. ആ സെൽസിനെ നമ്മൾ എന്ത് ചെയ്യും, റിസപ്റ്റേഴ്സ് വിളിക്കുന്നു. അതേപോലെ തന്നെ ഈ റിസപ്റ്റേഴ്സ് ഈ സ്റ്റിമുലർ റിസീവ് ചെയ്യുകയും അവർ ഇമ്പൾസിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പോയിന്റ് എന്നാണ് പറയുന്നത്, നോർമലി റെസ്പോൺസ് ഓഫ് ദ വെൻ ദ ഇമ്പൾസ് ജനറേറ്റഡ് ബൈ ദ റിസപ്റ്റേഴ്സ് ഓൺ റിസീവിംഗ് ദ സ്റ്റിമുലെ റീച്ച് ദ ബ്രെയിൻ, ദ നെർവസ് സിസ്റ്റം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദിസ് ആക്ഷൻ. നോർമലി ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, നമ്മുടെ റിസപ്റ്റേഴ്സ് വഴി, അഥവാ നമ്മുടെ സെൻസ് ഓർഗൻസ് അകത്തുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇവരെന്ത് ചെയ്യും, ഈ ഒരു റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, സ്റ്റിമുലെ റിസീവ് ചെയ്ത് അത് ബ്രെയിനകത്ത് കൊടുത്തിട്ട് അവിടുന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമ്പൾസ് എന്ത് ചെയ്യുന്നു, അവർ ജനറേറ്റ് ചെയ്യുന്നു. അപ്പം അതുവഴി നമുക്ക് എന്ത് ചെയ്യും, റെസ്പോൺസ് ഉണ്ടാകുന്നത്. മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റാണ്, ഈ ഒരു നെർവസ് സിസ്റ്റമാണ് ഈ ഒരു ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ നെർവസ് സിസ്റ്റത്തിലെ മേജർ ആയിട്ടുള്ള പാർട്ടാണ് ബ്രെയിനും സ്പൈനൽ കോഡ്, പിന്നെ നെർവ്സ്. ഈ ഒരു പോയിന്റ് മറക്കരുത്, ചെയ്യണം, നോട്ട് ചെയ്യണം. then അടുത്ത പേജിലോട്ട് പോകുന്നത് ന്യൂറോൺ. എന്താണ് ഈ ന്യൂറോൺ എന്ന് പറഞ്ഞ് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്, ന്യൂറോൺ ഓർ നെർവ് സെൽ ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. അതായത് നെർവസ് സിസ്റ്റത്തിലെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നവരാണ് ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്നാണ്. വിചാരിച്ചാൽ ന്യൂറോണിനെ കുറിച്ച് അല്ലെങ്കിൽ നെർവ് സെല്ലിനെ കുറിച്ച് നമുക്ക് ഞാൻ പഠിക്കാം. ഈ ഒരു നെർവ് സെൽ എന്നാണ് പറയുന്നത്, ദ ന്യൂറോൺ ഹാസ് എ സെൽ മെംബ്രെയിൻ. ന്യൂറോണിന് എന്തുണ്ട്, ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. അതേപോലെ തന്നെ സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസും ഉണ്ട്. അപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് സെൽസ് ആണ് അല്ലെ. അപ്പം യൂക്കാരിയോട്ടിക് സെൽസിൽ സെൽസിനും എന്തുണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയസും ഉണ്ട്. നമ്മുടെ അനിമൽ സെൽസിന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാം, ഈ ഒരു കാര്യം ആലോചിക്കണം. എന്തുണ്ട്, അവർക്ക് സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഈ ഒരാളാണ് നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയുന്നത്. നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന നോക്കൂ, ന്യൂറോണിന്റെ ഫിഗർ നോക്കൂ. മുമ്പായിട്ട് ഈ ന്യൂറോണിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സെൽസിലെ ഏറ്റവും ലാർജസ്റ്റ് സെൽ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, നമ്മുടെ ഈ നെർവ് സെൽസ് ആണ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. ഇനി ഈ നെർവ് സെൽസിനെ കുറിച്ച് പഠിക്കും. അപ്പം ഈ ഒരു ഫിഗർ നന്നായിട്ട് ശ്രദ്ധിക്കുക. സെൽസിലെ ഏറ്റവും ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത് നെർവ് അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നു. നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽസിന്റെ സ്ട്രക്ചർ ആണ് ആദ്യം പഠിക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമാണ് സെൽ ബോഡി എന്ന് പറയുന്നത്. ഈ സെൽ ബോഡിക്ക് അകത്തുള്ള ഇത്രയും ഒരു ഭാഗമാണ് സൈറ്റോപ്ലാസം. അതിനകത്തൊരു മുട്ട പോലെ ഇരിക്കുന്ന ഭാഗമാണ് ന്യൂക്ലിയസ്. പിന്നെ ഇങ്ങനെ വരുന്ന, ഇങ്ങനെ നക്ഷത്രം പോലെ ഇങ്ങനെ നിൽക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോണ്. ഈ ഡെൻഡ്രോണിന് അവിടുന്ന് ഒരു വര പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി നിൽക്കുന്ന ആളാണ്, ഒരു ബ്രാഞ്ച് പോലെ ഇരിക്കുന്ന ആളാണ് ഡെൻഡറൈറ്റ് എന്ന് പറയുന്നത്. ഒരു സെൽ ബോഡി നിന്ന് ഇവിടുന്ന് ഇങ്ങനെ നീണ്ടു പോകുന്ന ഭാഗമാണ് ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോണിൽ നിന്ന് പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പല വഴിയായിട്ട് നിൽക്കുന്ന ആളാണ് ആക്സോനേറ്റ് എന്ന് പറയുന്നത്. ആക്സോനേറ്റ് കുറെ ബൾബ് പോലെ നിൽക്കുന്ന ആളാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയും. അപ്പൊ ഈ ആക്സോണിന്റെ ഭാഗത്ത് ഒരു വൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് ഷ്വാൻ സെൽ. അപ്പൊ ഞാൻ ഇതിന്റെ ഫംഗ്ഷൻസ് ആദ്യം തൊട്ട് നോക്കാം. ഡെൻഡ്രോന്റെ ഫംഗ്ഷൻ നോക്കാം. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ആദ്യത്തെ പോയിന്റ് ആണ്, ദ ഷോർട്ട് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിലെ ഷോർട്ട് ഫിലമെന്റ് എന്ന് അറിയപ്പെടുന്നവരാണ് ഡെൻഡ്രോൺ. പിന്നെ അതിന്റെ വേറെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ക്യാരി ഇമ്പൾസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. ഒരു ഡെൻഡ്രൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇമ്പൾസിനെ ക്യാരി ചെയ്തിട്ട് സെൽ ബോഡിക്കകത്ത് കൊടുക്കുന്ന എന്ന ഫംഗ്ഷനാണ് ഈ ഡെൻഡ്രോൺ ഉള്ളത്. അപ്പം ഞാൻ ഡെൻഡ്രൈറ്റിനെ കുറിച്ച് എന്ത് ചെയ്യാം, പഠിക്കാം. ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ആണ് ഈ ഒരു ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അതായത് നമ്മൾ ഫിഗറിൽ കാണുന്നു, ഈ നിൽക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് ഈ ഒരു ഫിലമെന്റ്, ഈ ഒരു ഷോർട്ട് ഫിലമെന്റ് ആണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നു. ഈ ഒരു ഡെൻഡ്രോൺ എന്ന് ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്നതിനാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്താണ്, ദ പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. അപ്പം ഇതേപോലെ തന്നെ അപ്പുറത്ത് ഒരു ന്യൂറോൺ ഉണ്ടാവും. അപ്പുറത്തെ ന്യൂറോണിൽ നിന്ന് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ആളാണ് ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്താ നമുക്ക് അടുത്തത് ആക്സോണിനെ കുറിച്ച് പറയാം. എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. ന്യൂറോണിന്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ഫിലമെന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്, ആക്സോൺ ആണ്. അപ്പൊ ഷോർട്ടസ്റ്റ് ഫിലമെന്റ് എന്ന് പറയുന്ന ആരായിരുന്നു, നമ്മുടെ ഡെൻഡ്രോൺ ആയിരുന്നു. ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവർ ഫംഗ്ഷൻസ് നോക്കാം. ക്യാരി ഇമ്പൾസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇമ്പൾസിനെ സെൽ ബോഡിക്ക് അകത്ത് നിന്ന് ക്യാരി ചെയ്തിട്ട് പുറത്തോട്ട് കൊടുക്കുന്നത് ഇവരാണ്. അടുത്ത പോയിന്റ് ആണ് ആക്സോണേറ്റ് എന്ന് പറയുന്നത്. ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. നമ്മൾ പറഞ്ഞു ഈ ഒരു ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആയിട്ടുള്ള ഈ ആക്സോണിന്റെ ബ്രാഞ്ച് ആണ് ഈ പറഞ്ഞ
ആക്സോണേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ക്യാരി ഇമ്പൽസ് ടു ദ സിനാപ്റ്റിക് നോബ്. നേരത്തെ നമ്മൾ ഫിഗറിൽ ഇവരെന്ത് ചെയ്യുന്നു? ഇമ്പൽസിനെ ക്യാരി ചെയ്തിട്ട് നമ്മുടെ സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ഇമ്പൽസിന് ഇവരെന്ത് ചെയ്യുന്നു? ആക്സോൺ വഴി ക്യാരി ചെയ്തിട്ട് സിനാപ്റ്റിക് നോബിലോട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ആക്സോണേറ്റിന്റെ ഫംഗ്ഷൻ. അടുത്തതാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എന്ന് പറയുമ്പോൾ ടിപ്പ് ഓഫ് ദ ആക്സോണേറ്റ്. കാരണം ആക്സോണേറ്റ് ഈ ഒരു ആക്സോണിന്റെ ബ്രാഞ്ചായ ഈ ആക്സോണേറ്റിന്റെ ടിപ്പ് എന്ന് അറിയപ്പെടുന്നതാണ് ഈ ഒരു സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇതെന്ത് ചെയ്യുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്യാൻ ഇവരുടെ ഫംഗ്ഷൻ. ഇത് പഠിക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ നമ്മുടെ ഡെൻഡ്രോണും ആക്സോണും നോക്കുക. ഈ ഒരു നെർവ് സെൽസിലെ ഷോർട്ട് ഫിലമെന്റ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ കാരണം ഡെൻഡ്രോണും, ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആണെന്ന് വെച്ചാൽ ആക്സോൺ ആണ്. പിന്നെ ഡെൻഡ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെൻഡ്രൈറ്റും ഉണ്ട് ആക്സോണേറ്റ് ഉണ്ട്. അപ്പം രണ്ടും TE ആക്സോണേറ്റ് ഡെൻഡ്രൈറ്റ് എന്നാണ്. ഇത് രണ്ടും ബ്രാഞ്ചസുമായി